പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതിൽ ചില തട്ടിപ്പ് വാതിവില തട്ടിപ്പ്, ആട് തട്ടിപ്പ്, മാഞ്ചിയം തട്ടിപ്പ്, സൂപ്പർ മാർക്കറ്റ് തട്ടിപ്പ്, അങ്ങനെ തട്ടിപ്പോട് തട്ടിപ്പാണ് ഡിജിറ്റൽ തട്ടിപ്പ്. എന്നാൽ രക്തത്തിന്റെ പേരിലുള്ള തട്ടിപ്പ് അങ്ങനെയും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും രക്തദാനത്തിന്റെ പേരിൽ തട്ടിപ്പ് പെരുകുന്നതായി പരാതി. ഇനി അതും കൂടെ ഉണ്ടായിരുന്നുള്ളൂ തട്ടിപ്പിന് വിഷയമാക്കാതിരിക്കാൻ. രക്തദാതാക്കളെ എത്തിക്കാൻ പണം വാങ്ങിയാണ് തട്ടിപ്പ് നടത്തുന്നത്. എന്താ പറയുക? സമൂഹ മാധ്യമ പോസ്റ്റുകൾ വഴി ആവശ്യക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് തട്ടിപ്പ്. ഡോണർമാർക്കുള്ള യാത്രാ ചിലവ് ആവശ്യപ്പെട്ട് തുടങ്ങി അന്തിമഘട്ടത്തിൽ വലിയ വില ആവശ്യപ്പെടുന്നതാണ് തട്ടിപ്പിന്റെ രീതി. നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിൽ പോലീസ് പരിശോധന തുടങ്ങി. പണം ആവശ്യപ്പെടുന്നതിന്റെ തെളിവ് റിപ്പോർട്ടറിന് ലഭിച്ചു. സുനീഷയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനീഷ, ഞെട്ടിക്കുന്ന കാര്യമാണ്. നമ്മളൊക്കെ ഈ രക്തം കൊടുക്കാൻ പോകുമ്പോഴേ ഏതോ ഒരാൾക്ക് ആ രക്തം കൊണ്ട് ഇത്തിരി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെങ്കിൽ ആ സാധ്യത മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതിനുശേഷം ഒരുപക്ഷെ ആശുപത്രിയിൽ നിന്ന് അവരുടെ ബന്ധുക്കൾ ചിലപ്പോൾ ഒരു ഉഴുന്നുവട വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ ഒരു ചായ, അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം. ഇത് കുടിച്ചിട്ട് നമ്മൾ നേരെ ബ്ലഡ് ബാങ്കിൽ രക്തം കൊടുത്തിട്ട് പോകുന്നൊരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ രക്തദാനത്തിലും തട്ടിപ്പ് നടത്താൻ ചില സംഘങ്ങൾ ഉണ്ടെന്നുള്ള വിവരമാണോ പുറത്തു വരുന്നത്? തെളിവുകളുണ്ടോ നമ്മുടെ കയ്യിൽ സുനിഷ? ഉറപ്പായിട്ടും അരുൺ, ആ തെളിവുകൾ നിരത്തി തന്നെയാണ് നമ്മൾ പറയുന്നത്. ആളുകളുടെ നിസ്സഹായ അവസ്ഥയെ ഇങ്ങനെ മുതലെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഇപ്പൊ തന്നെ കണ്ടത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് തന്നെ അവർ പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ടുകളും മറ്റുമാണ്. ഈ പറഞ്ഞതുപോലെ, അതായത് നമ്മൾ ആവശ്യം വരുന്നു, ഒരു O നെഗറ്റീവ് ബ്ലഡ് ഒക്കെ ആണെങ്കിൽ റെയർ ഗ്രൂപ്പുകളാകുമ്പോൾ സ്വാഭാവികമായും ബ്ലഡ് കിട്ടാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പല ഗ്രൂപ്പുകളിലും പലപ്പോഴും കാണാറുണ്ട് ഇത്തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആവശ്യമുണ്ട്, ബന്ധപ്പെട്ടവർ അറിയിക്കുക എന്നതടക്കമുള്ള. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ചില ആളുകൾ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഇവരെ വിളിച്ചതിന് ശേഷം പറയുന്നത്, ഞങ്ങൾ ഇതാ ഡോണർമാരെ അയക്കാം, പക്ഷെ അയക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ, അതായത് വാഹനത്തിന്റെ ചിലവ് ഒരു 500 രൂപ അയച്ചാൽ മതി എന്ന് പറയും. സ്വാഭാവികമായും ബ്ലഡ് ലഭിക്കാനാണ്, നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാനാണ്. സ്വാഭാവികമായും നമ്മൾ ഓക്കെ പറയും. ആ 500 രൂപ ഈ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ നടക്കുകയും ചെയ്യുന്നു. ശേഷം ബ്ലഡ് കൊടുക്കാനായി ഇവർ എത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷെ പിന്നീട് പറയുമ്പോൾ ചില സാങ്കേതികത്വം, ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് അപ്പോഴേക്കും സർജറിയുടെ സമയമോ ബ്ലഡ് കൊടുക്കേണ്ട സമയമോ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇവരെ പ്രതീക്ഷിക്കുന്ന നിൽക്കുന്ന രോഗികളായിരിക്കും തൊട്ടപ്പുറത്തുണ്ടാവുക. അപ്പോൾ ഇവർ പറയുന്നു 2000, 3000, 5000 ഒക്കെ പൈസ ഈ അക്കൗണ്ടിലേക്ക് ഇടണം, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ബ്ലഡ് തരാൻ കഴിയുക എന്ന് പറയുന്നു. ഗതികേട് കൊണ്ട് പണം അയക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. പക്ഷെ എന്നിട്ടും ഈ ബ്ലഡ് കൊടുക്കാൻ ഈ ആളുകൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു വശം. മറ്റൊരുത്ത് ഇപ്പോൾ ഏറ്റവും അടുത്തായി നടന്നിരിക്കുന്നത് എറണാകുളത്തെ ലൂർദ് ഹോസ്പിറ്റലിലാണ്. ഇതേ രീതിയിൽ തന്നെ പറ്റിച്ചു. ഈ ഡോണർമാർക്ക് എത്താൻ വാഹനം, അതിനുശേഷം ഒരു 3000 രൂപയോ 2000 രൂപയോ ആണ് ആവശ്യപ്പെടുന്നത്. അതും അവർ നൽകുന്നു. പക്ഷേ സർജറി സമയം എത്തുമ്പോൾ പോലും ഇവർ എത്തുന്നില്ല, ഈ ഡോണർമാർ എത്തുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകുന്നത്. ഇത് ഒന്നോ രണ്ടോ പേരല്ല, നിരവധി ആളുകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്, ഈ രക്തദാനം നൽകുന്ന ആ ഗ്രൂപ്പുകളിലടക്കം ഇടം പിടിച്ചുകൊണ്ട് ആ ഗ്രൂപ്പുകളിൽ വരുന്ന ഇത്തരത്തിലുള്ള ആവശ്യക്കാരെ തേടി പോവുകയാണ് ഇത്തരം സംഘം എന്നുള്ളതാണ്. ഇതിനെതിരെ ഇപ്പോൾ പോലീസ് അടക്കം പറയുന്നത് ജാഗരൂകരായിരിക്കണം. പ്രധാനമായും ബ്ലഡ് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോണർമാരെ തരാം, പക്ഷേ നിങ്ങൾ പണം തരണമെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ വിവരം അറിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്ന സംഘമായിരിക്കാം അപ്പുറത്തുണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പല ആശുപത്രികളിലായി ഇത്തരത്തിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ രക്തം ആവശ്യമുള്ളവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. അരുൺ, ജാഗരൂകരായി നിൽക്കണം. നേരത്തെ പോലീസിന്റെ ഭാഗമായി വലിയ തരത്തിലുള്ള ഒരു പരിശോധന ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ സജീവമായി തുടങ്ങുന്നു. ഈ നമ്പറുകളൊക്കെ വെച്ച് തന്നെ ഇവരെ സൂക്ഷിക്കുക എന്നതടക്കമുള്ള ഈ പോസ്റ്ററുകൾ ഇറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു ഇപ്പോൾ എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സുനീഷ അയിലൂർ. താങ്ക് യു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അത് പ്രേക്ഷകർ കരുതിയിരിക്കുക. ഇങ്ങനെ ഏതെങ്കിലും ആളുകൾ പൈസ ചോദിക്കുന്നതായ വിവരം കിട്ടിയാൽ ഞങ്ങളെ തന്നെ അറിയിച്ചുള്ളൂ. നമ്മൾ ഉടനെ തന്നെ പോലീസിൽ അത് കൈമാറും. അത് ഉടൻ തന്നെ വാർത്തയാക്കി മാറ്റി ഇവരെയൊക്കെ നാട്ടുകാർ തിരിച്ചറിയണം. സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ തനിക്കിത് സംഭവിക്കുമ്പോഴേ ഈ രക്തത്തിന്റെ ആവശ്യം മനസ്സിലാവത്തുള്ളൂ. രക്തം വിറ്റ് കാശുണ്ടാക്കുന്നതിലും വേറെ വല്ല പണിക്കും പൊക്കൂടെ ചേട്ടാ. എന്താ പറയുക?